ഇന്ന് ഏത് ചാനൽ ഇന്റർവ്യൂ? ഏത് ചാനലുണ്ടോ ചാർലി ഇന്ന് ഇന്റർവ്യൂ? സാറിന് അറിയിക്കുന്നില്ല ഞാൻ വിചാരിച്ചേ. ഇന്നൊരു ചാനലിക്ക് വിളിച്ചിട്ടില്ല. അവര് വിളിച്ചിട്ടില്ലെങ്കിൽ നീ അങ്ങോട്ട് വിളിക്കണ്ടേ? ചർച്ച വയ്ക്കാൻ പറയുന്നേ. രാമക്ഷേത്രം, ആ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തർക്ക കെട്ടിടം തകർന്നപ്പോ മലപ്പുറത്ത് 4 പേരെ കൊന്നു. നോണിങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. ഇവനെ വേഗം വല്ല ഭ്രാന്താശുപത്രിയിൽ വായിക്കണം. നിരവധി ക്ഷേത്രങ്ങൾ തകർത്തു. കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു, മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. ഇളയപ്പറ്റൊരു കാര്യം ഇതൊന്നുമല്ല. ഇതിപ്പോ കണ്ടു തീവണ്ടിയിൽ രാമക്ഷേത്രത്തിന് ഒരു മിനിറ്റ് ഗോത്രയിൽ ഒരു മിനിറ്റ് രാമക്ഷേത്രം താർന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കലാപത്തിന്റെ ഭാഗമായി അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചത് ഒരു ആദ്യം ഊണ ആൻസറാ. മലപ്പുറത്ത് വിവരക്കേട് അത് തനിക്ക് പറയാം. തനിക്ക് വിവരമില്ലാത്തോണ്ടാ ഞാൻ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. നല്ല സന്തോഷമായി. നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കും. ഞാൻ മറുപടി പറയട്ടെ. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. എനിക്കിത് എന്നെ കിട്ടണം. അങ്ങനെ ഒരു കൊലപാതകം കേരളത്തിൽ ബാബറി മസ്ജിദിന് ശേഷം ഒരു ഹിന്ദു വംശഹത്യ നടന്നതായി ഞങ്ങളാരും കേട്ടിട്ടില്ല. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. അതിന്റെ ഡീറ്റെയിൽസ് താങ്കൾ പറഞ്ഞാൽ ബാക്കി അന്ന് ഞങ്ങൾക്ക് ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി മറുപടി പറയും. അത് ഭയങ്കര തമാശ. ഹലോ ഹലോ ഹലോ. കേരളത്തിലാണോ ജീവിക്കുന്നത്? വിവരക്കേട് വന്ന് ചാനലിൽ പറയാമെന്ന് ശ്രമിച്ചത് മനസ്സിലായില്ലേ? അങ്ങേ അച്ഛൻ പോയ ഇന്ത്യൻ പ്രസിഡന്റോ ഇങ്ങേ അച്ഛൻ വന്ന തനി തറയാണോ പെണ്ടി? എന്ത് ചെയ്യാനാ ലോറൻസ്? അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കുറെ പേരുകൾ പറഞ്ഞിട്ട് ഇവരൊക്കെ വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ടവരാണെന്ന് ഗോപാലകൃഷ്ണനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു BJP പ്രതിനിധി ചാനൽ വന്നിരുന്നു പറയുമ്പോ ഇതിനെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? ഇയാൾക്ക് പിരാന്താണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത്? തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. ഇവിടെ വർഗീയമായ ചേരിതിരുണ്ടാക്കാൻ നിങ്ങളുടെ ലക്ഷ്യമാണ്. നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. എല്ലാവരും പോയിക്കോ. ചെല്ലേ നീ പോയി കിടന്നോടാ. അല്ല നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? കെടാ കെടാ കെടാ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.